സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണമാറ്റം ഉറപ്പിക്കുന്നതായിരിക്കുമെന്ന് മുൻ എം.പി. ടി.എൻ. പ്രതാപൻ പറഞ്ഞു. പിണറായി വിജയന്റെ ഭരണം താഴെയിറക്കാനുള്ള അവസരത്തിനു വേണ്ടി കേരളം കാത്തിരിക്കുകയാണെന്ന് പ്രതാപൻ കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്രയുടെ നാട്ടിക നിയോജക മണ്ഡലം സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയമായ വോട്ടുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്രാമപഞ്ചായത്തിൽ വേണമെങ്കിൽ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യമായും വോട്ടുകളിൽ ചെറിയ വ്യതിയാനങ്ങൾ വന്നു എന്ന് വരും. ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലെയും വോട്ട് ഏറ്റവും പ്രധാനമായും വരുന്നത് രാഷ്ട്രീയമായി തന്നെയാണ്. ആ രാഷ്ട്രീയമായ വോട്ട് ചെയ്യപ്പെടുന്ന സ്ഥലത്തേക്ക് കിട്ടിയ നമ്മുടെ പോസ്റ്റൽ വോട്ട് നോക്കിയാൽ മനസ്സിലാകും കേരളത്തിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷം സർക്കാർ ജീവനക്കാരും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ്. NGO യൂണിയൻകാരും ജോയിൻറ്റ് കൗൺസിലുകാരും ഉൾപ്പെടെയുള്ളവരാണ് സർക്കാർ ജീവനക്കാരിൽ ഭൂരിപക്ഷം പേരും. അധ്യാപകരിൽ അങ്ങനെ തന്നെ KSTA ഉൾപ്പെടെയുള്ള അധ്യാപക സംഘടനകൾക്കാണ് സിംഗിൾ അധ്യാപക സംഘടന എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മുൻപന്തിയിലുള്ളത്. അവരുൾപ്പെടെയുള്ള ആളുകളുടെ പോസ്റ്റൽ വോട്ട് എങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി UDFന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായത്? മടുത്തു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പരിപൂർണമായും ഈ ഗവൺമെൻറ് മാറണം എന്ന് ആഗ്രഹിക്കുകയാണ്. UDF നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, KK കൊച്ചുമുഹമ്മദ്, NV ഗിരിജൻ, KA ഹാറൂൺ റഷീദ്, വികാസ് ചക്രപാണി, CO ജേക്കബ്, K ദിലീപ് കുമാർ, VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, ശോഭ സുബിൻ, NS ആയൂബ്, രഞ്ജില ഗിരി എന്നിവർ പ്രസംഗിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ചെയർമാനായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ജനറൽ കൺവീനറായും അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ വർക്കിംഗ് ചെയർമാനായും അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം ട്രഷററായും വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ഫെബ്രുവരി 6 മുതൽ മാർച്ച് 6 വരെയാണ് സംസ്ഥാനത്തൊട്ടാകെ പൊതുയുഗ യാത്ര സഞ്ചരിക്കുക. ഫെബ്രുവരി 19 വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് തൃപ്പയാറിലെ സ്വീകരണ പരിപാടി.